അതായത് ഈ പൊങ്കാല എന്നത് കേവലം ഒരു ആചാരം എന്നതിനപ്പുറത്തേക്ക് ചില അംശങ്ങൾ അതിലുണ്ട്. ഈ ശൈവ വൈഷ്ണവ സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള ഈ കണ്ണകിയുമായി ബന്ധപ്പെട്ട ചരിതങ്ങൾ, ഈ തോറ്റമ്പാട്ട് പോലെയുള്ള സാംസ്കാരിക ഇടപെടലുകൾ ഒക്കെ ഉണ്ട്. പിന്നീട് ഈ മൺകലം ഭൂമിയെയും അഗ്നിയെയും അങ്ങനെ പഞ്ചഭൂതങ്ങളെ ആവാഹിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത്തരത്തിൽ പൊങ്കാലയെ കാണുന്നത്. ഈ പൊങ്കാല എന്ന് പറയുന്നതിന് അത്തരത്തിൽ ഒരുപാട് മുഖങ്ങളുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു സംസ്കാരത്തിന്റെ ഒരു മേളനം അല്ലെങ്കിൽ ഒരു സമ്മേളനം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ചിലപ്പതികാരത്തിന് മുമ്പ് ഉണ്ടായ വായ്മൊഴിയായിരുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിലെ കാപ്പ് കെട്ടി അല്ലെങ്കിൽ ഉത്സവത്തിന് തുടക്ക ദിവസം മുതൽ പറയുന്നത് അല്ലെങ്കിൽ ചൊല്ലുന്നത്. ഇതിന് വായ്മൊഴിയായിരുന്നു. കാരണം എഴുതപ്പെട്ട ആയ പുസ്തകങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്രയധികം വളരെ വളരെ പുരാതനമാണ്. കാരണം ഈ കണ്ണകിയുമായി ബന്ധപ്പെട്ടുള്ള കഥകളും അതുമായുള്ള അത് വായ്മൊഴിയായി കേട്ട് കേട്ട് പഠിച്ച് വരുന്ന അതൊരു വലിയ സംസ്കാരമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ വലിയ പുരാതന ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ആണ് ഇത്. അതായത് ഇതിനകത്തിറങ്ങിയിരിക്കുന്ന കഥകൾ തന്നെ അല്ലെങ്കിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കഥകൾ തന്നെ പലപ്പോഴും സാരാംശം, അതിന്റെ ചില ഉപദേശങ്ങൾ, അങ്ങനെ സാരാംശ കഥകളൊക്കെയാണ്. അങ്ങനെ അത്തരത്തിൽ അതൊരു വലിയ സംസ്കാരം മാത്രവുമല്ല. ഈ നമ്മുടെ ഈ ശൈവ ആരാധന എന്ന് പറയുമ്പോൾ ഈ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളില് ഇത്തരത്തിൽ ഒരു ദേവിയാണ് അവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ ആരാധിച്ചു പോകാറുള്ളത്. അത്തരത്തിൽ ഉള്ള ഒരു ആചാരം കൊണ്ട് അതുമായി ഇതിന് ബന്ധമുണ്ട് എന്ന്. അപ്പോൾ ദേശങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ഒരു വൈകാരികമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു ബന്ധം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിയുടെ ഒരു സങ്കല്പമാണ് മൺകലം എന്ന് പറയുന്നത്. ആ മൺകലത്തിലേക്ക് നിറയ്ക്കപ്പെടുന്ന വെള്ളം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് ഒരു സമർപ്പണത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പറയുന്ന ഭക്തിക്കപ്പുറത്തേക്ക് മറ്റൊരു സംസ്കാരം കൂടി ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഈ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പുരാതനമായ അല്ലെങ്കിൽ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലാണ് ഈ തോറ്റമ്പാട്ട്, അതായത് കാപ്പ് കെട്ടിയ അന്ന് മുതൽ തന്നെ ഈ തോറ്റമ്പാട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് തുടങ്ങി അതുപോലെ തന്നെ ഈ തമിഴ്നാടുമായി ഇപ്പോൾ ചിലപ്പതികാരവും കണ്ണകിയും ഒക്കെ ഇതിൽ ബന്ധപ്പെടുമ്പോൾ തമിഴ്നാടുമായും അതിൻ്റെ സംസ്കാരവുമായും ഒക്കെ യോജിക്കുന്നു. പ്രത്യേകിച്ച് തലസ്ഥാനം തിരുവനന്തപുരം നമുക്കറിയാം. മാർത്താണ്ഡവർമ്മ കാലങ്ങളും ഈ കാലത്തിലൊക്കെ തമിഴ് കൾച്ചറുമായി ഒരു ബന്ധമുണ്ട് തിരുവനന്തപുരത്തിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രതിഫലനം ഇതിൻ്റെ എല്ലാ ആചാരങ്ങളിലും കാണാം അല്ലേ ബിനോയ്? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ക്ഷേത്രത്തിന്റെ നമ്മുടെ കരമന മുതൽ അങ്ങോട്ടേക്ക് പോകുന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ഭാഗത്ത് പൊങ്കാല നിവേദ്യം അല്ലെങ്കിൽ പൊങ്കാലയുമായുള്ള സമർപ്പണമില്ല. അതൊരു മറ്റൊരു സന്ദേശമാണ്. അത്തരത്തിൽ ഈ തമിഴ്നാടുമായി, അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, മധുര നഗരവുമായുള്ള വിദ്വേഷം, ആ മധുര നഗരിയെ കോപത്താൽ ചുട്ടരിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു വളരെ ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവിയെ സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കോപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സമർപ്പണമാണ് ഈ പൊങ്കാല. അത് സ്ത്രീകൾ തന്നെ നടത്തുന്ന പൊങ്കാല. ദേവി എന്ന് പറയുന്ന ആ സ്വരൂപത്തിന് മുന്നിൽ സ്ത്രീകൾ ആ കോപം ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ ആ കോപം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ പൊങ്കാല എന്ന് പറയുന്ന സങ്കല്പം. കാരണം അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടുമായി ദേവീ സങ്കല്പങ്ങളിൽ ചിലതൊക്കെ തന്നെ തമിഴ്നാടുമായി വളരെ ബന്ധമുണ്ട്. കണ്ണകിയായാലും ചിലപ്പതികാരമായാലും. ഞാൻ പറഞ്ഞ ചിലപ്പതികാരത്തിന് മുമ്പാണ് തോറ്റൻപാട്ട് എന്ന് പറഞ്ഞ ആ ഒരു സംസ്കാരം തന്നെ ഉണ്ടായി. കാരണം ഈ വായ്മൊഴി കേട്ട് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട കഥകൾ ഓർമ്മിച്ചു വെച്ച് 7 ദിവസവും തുടർച്ചയായി ചൊല്ലുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ തോറ്റൻപാട്ട് കലാകാരന്മാർ വളരെ കുറവാണെങ്കിൽ പോലും ഈ ആറ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഈ തോറ്റൻപാട്ട് എന്ന് പറയുന്നത്. ആ പാട്ടിന്റെ 7ാം ദിവസം ആണ് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ വരുന്നത്, പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു ക്ഷേത്രത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പൊങ്കാലയും ഇവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംസ്കാരമെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. അധ്യക്ഷ, തീർച്ചയായും വളരെ വലിയ സാംസ്കാരികമായ ബന്ധങ്ങൾ ഇതിലുണ്ട്. സ്ത്രീ സാന്നിധ്യം കൊണ്ട് പിന്നീട് ഒന്നാണ് ഈ സ്ത്രീ സാന്നിധ്യം, അതായത് സ്ത്രീകളുടെ ശബരിമല എന്നുള്ളതാണ്. അപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമല്ല അവിടുത്തെ ആചാരം അനുഷ്ഠാനങ്ങളനുസരിച്ച്. പക്ഷേ ഇവിടെ പുരുഷന്മാർക്ക് കൂടി സ്വാഗതം ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ദേവിയും ദേവീ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നുകൊണ്ട് തന്നെ അതിന് പറയുന്നത് പൂർണ്ണമായും
യുക്തിഭദ്രമാണ് അല്ലേ ഡി ബിനോയ്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം അവരുടെ ഏറ്റവും വലിയ വിഷമതകൾ, അവരുടെ കാര്യസിദ്ധി, ഇതിനൊക്കെ തന്നെ സാധാരണഗതിയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ദേവീ ക്ഷേത്രങ്ങളിലാണ്, ദേവിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലാണ്. അത്തരത്തിൽ വിശ്വാസങ്ങളുടെ ഒരു ഭൂമിയാണ് നമ്മുടെ ഈ പറയുന്ന ആറ്റുകാൽ ദേശം, അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതിയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഗിന്നസ് ബുക്കിൽ പോലും അതെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഇത്രയധികം സ്ത്രീകൾ വ്രതാനുഷ്ഠാനങ്ങളോടെ 7 നാൾ, ചിലർ 10 നാളുകൊണ്ട്, ചിലർ 41 ദിവസം കൊണ്ട് അത്തരത്തിൽ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി ആ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ദേവിയെ നേരിട്ട് കണ്ട് ദേവിയുടെ അനുമതി കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് ഈ പൊങ്കാല സമർപ്പണവും ആയി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ വളരെ നമ്മളൊരു പക്ഷേ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളുകൾ, നമ്മൾ പറഞ്ഞില്ലേ, കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ കോഴിക്കോട് ഒക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം എത്തുക, ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ പങ്കാളികളാക്കുക, ഇവിടുത്തെ വിശ്വാസങ്ങളുടെ ഭാഗമാകുക, അങ്ങനെ എത്ര പേരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗിന്നസ് ബുക്കിൽ പോലും ഇടം പിടിക്കണമെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളുടെ ഒരു പെരുമ എത്രമാത്രം വലുതായിരിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾ ഇങ്ങനെ ഇത്രയധികം ഒത്തുചേരുന്ന ഒരു വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ആചാരത്തിന്റെ പേരിൽ ഇത്രയധികം സ്ത്രീകൾ ഒത്തുചേരുന്ന മറ്റൊരിടവും ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയധികം ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ ആചാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ആറ്റുകാൽ ക്ഷേത്രവും അതിന്റെ വിശ്വാസങ്ങളും. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രദേശത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് എത്തുന്ന ഭക്തര്, അല്ലെങ്കിൽ ഭക്തകള് അവരുടെ പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അടുപ്പ് ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കി സമർപ്പണം പൂർത്തിയാക്കി. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ എന്തുമാത്രം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ എത്തുന്ന പൊങ്കാല ഇടാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു നഗരം ഒരുമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നഗരത്തിലെ ആളുകൾ ഒരുമിക്കുന്നത്, ഒരു നഗരത്തിലെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവിടെ ജാതി മത വർഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു വലിയ വിശ്വാസവും ആചാരവുമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അത്തരത്തിൽ ആണ് ഈ ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആവാം ഗിന്നസ് ബുക്കിലുമൊക്കെ ഈ പൊങ്കാലയുടെ പെരുമ കടന്നുകൂടിയെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ പൊങ്കാല ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊങ്കാല നടക്കുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഒരേ മനസ്സുകൂടി പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. ഇവിടെ എങ്ങും തന്നെ ആർക്കും, അതായത് എല്ലാ വീടുകളിലും ഈ കൃത്യമായി പറയുകയാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ വീടുകളും അതിഥികളായി എത്തുന്നതും എത്ര പേരാണ്. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം നൽകുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുടെ പേരിൽ അവരുടെ വീട്ടുമുറ്റത്ത് പൊങ്കാല സമർപ്പിക്കുന്നതിനോ ഒന്നും തന്നെ ആരും ഒരു വിയോജിപ്പ് പോലും പറയാത്ത, ഇത്രയധികം സ്നേഹത്തോടുകൂടി, ഇത്രയധികം ഒരുമയോടുകൂടി ഒരു ആചാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൈകോർക്കുന്നത് മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും.